ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കോഴിക്കോട് എൻ്റെ ഒരു ഏട്ടൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റപ്പോൾ, രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ടൈം 8 മണി ആയിട്ടുണ്ട്. പക്ഷേ 8 മണി നമുക്ക് കണ്ടാൽ തോന്നില്ല ഗൈസ്, അത്രയും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റെയർ വഴി ഇറങ്ങുന്ന ടൈമിലാണ് ഈ ചെടികളെയൊക്കെ കാണുന്നത് കേട്ടോ. രാവിലെ തന്നെ നല്ല ഗ്രീനായിട്ടുള്ള നല്ല ഗ്രീനറിയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളെ മനസ്സിലൊരു സന്തോഷം വരാണ്ട്, ഒരു പോസിറ്റീവ് എനർജി വരാണ്ട്, അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ പുറമേക്ക് വന്ന ടൈമിൽ കണ്ട കാഴ്ചയാണ് ഇതൊക്കെ. പുറമേ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ആയിട്ട് കുറേ ചെടികളുണ്ട്. ഈ ഒരു ചെടി എനിക്ക് തോന്നുന്നത് ശവനാറി ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് ആന്തൂറി ആണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ഈച്ചക്കുട്ടൻ എൻ്റെ വീഡിയോയിൽ വന്നത്. അപ്പോൾ ക്ഷണിക്കാതെ വന്ന അതിഥിയല്ല, എന്തായാലും നമുക്ക് വീഡിയോയിൽ അങ്ങ് ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഈച്ചേനെ കാണുമ്പോൾ നാനി ഫിലിമില്ലേ, ഈച്ച ഫിലിമിലെ നാനിയില്ലേ, നാനിനെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഇതൊക്കെ നമ്മൾ ചെട്ടിയാണ് കേട്ടോ. ഈ ചെട്ടീൻ്റെ കൂടെ തന്നെ നല്ല പനിനീര്, അതേപോലെ ചെമ്പരത്തി, നമ്പ്യാർവട്ട്, അതുപോലെ കുറേ കുഞ്ഞി ചെടികൾ, കുറേ പേരറിയാത്ത കുഞ്ഞി ചെടികളും പൂക്കളൊക്കെ അതിൻ്റെ ഇടയിലായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഈ വെള്ള നിറത്തിലുള്ള പൂവ് എന്താണെന്നറിയോ? ഇതാണ് മന്ദാരം. പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വൈറ്റ് കളറല്ലായിരുന്നു, ഒരു ലൈറ്റ് പിങ്ക് കളറായിരുന്നു. നല്ല മണമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നല്ല വൈറ്റ് കളറാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഗൈസ്. പിന്നെ ഇതാണ് നമ്മളെ പച്ചമുളക്, നാടൻ മുളകാണ്. നല്ല മോരിൻ്റെ കൂടെയൊക്കെ കൂട്ടി നല്ലോണം ചോറൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ മുളകാണ്. നല്ല എരിവുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ നമ്മളെ വെൽവെറ്റ് പൂവെന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മളെ ജമന്തി പൂവാണ് കേട്ടോ. ജമന്തി നമ്മളെ പൂവൊക്കെ ഇടൂലേ, ആ ഒരു ജമന്തിയാണേ. പിന്നെ ഇതാണ് നമ്മളെ കൃഷ്ണ തുളസി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഇടയിലായിട്ടൊക്കെ വേറെയും കുറേ കണ്ടോ. എനിക്ക് പേരറിയാത്തൊരു പൂവാണ് ഗൈസ് ഈ കാണുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മളെ സിറ്റ് ഔട്ടിലുള്ള ഒരു കളർ ചെടിയാണ്. പിന്നെ ഇത് ഓർക്കിഡാണ്. ഇതേപോലത്തെ കുറേ നല്ല അടിപൊളി പൂക്കളുണ്ട് ഗൈസ്. ഇതും അതേപോലെ തന്നെ. നിങ്ങൾ എന്നെ നോക്കി നോക്ക്, ഇതേപോലത്തെ പൂക്കളും ചെടികളൊക്കെ രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മളെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി വരില്ലേ? നിങ്ങളെ വീട്ടിൽ ചെടികളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇത് നമ്മളെ തെച്ചിയാണേ, തെച്ചിപ്പൂ. ഇവിടെ ഇല്ലേ ഗൈസ്, കുറേ പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറേ പൂമ്പാറ്റകളെ, അതേപോലെ വണ്ട്, തുമ്പികൾ, അതേപോലെ നമ്മളെ കിളികളെ സൗണ്ട് അതൊക്കെ കേൾക്കാം കേട്ടോ. നല്ല രസമാണ് രാവിലെ തന്നെ ഇതൊക്കെ കേട്ട് ഈ പൂമ്പാറ്റകളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പം ഇനി മുതൽ നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഒരാളിൽ 2 പേരുണ്ട്. പക്ഷെ ആൾക്ക് നമ്മളെ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ ഭയങ്കര നാണാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ആളാണ് ഇനി ഓരോ ചെടികളെയൊക്കെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. കുറേ നല്ല അടിപൊളി ചെട്ടികളൊക്കെ ഉണ്ട്. ഇതെന്താ ഇത് 10 മണിയാ? ഇതാണ് 10 മണിപ്പൂവ്. ഇത് റോസാപ്പൂ. ഇതാണ് ചെമ്പരത്തി. ഇതൊക്കെ ഇപ്പം കാണാൻ പണിയാ, ചെമ്പരത്തിയൊക്കെ. ഇത് വലിയ റോസാപ്പൂവാണ്. മഴ പെയ്തിട്ടൊന്ന് മഴ പെയ്തപ്പോൾ എന്തായി, ഒന്ന് കൊഴിഞ്ഞു പോയതാണ്. ഇത് വൈറ്റ് റോസാണ്. ഇത് മഴ പെയ്തപ്പോൾ ക്ഷീണിച്ച് പോയതാണ് ഗൈസ്. ഇത് മൊട്ടിട്ട റോസ്, ലൈറ്റ് റോസാണ്. ഗൈസ്, ഇത് മഞ്ഞ ചെമ്പരത്തിയാണ്. മുട്ടിട്ടിട്ടുണ്ട്, പക്ഷേ പൂവ് ആയി വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ വെള്ളപ്പൂ. ഇതെന്താ ഈ വെള്ളപ്പൂ? നമ്പ്യാർവട്ട. ഇതാണ് നമ്മളെ നമ്പ്യാർവട്ടം. ഗൈസ്, ഇതാണ് നമ്മളെ തുമ്പ. നമ്മൾ പൂക്കളൊക്കെ ഇടുമ്പോൾ ഫസ്റ്റ് ഈ തുമ്പ ഇട്ടിട്ടാണ് തുടങ്ങാറ്. ഇപ്പം വംശനാശം സംഭവിച്ച ഒരു ഇനമാണ് ഗൈസ്.
ഇതാണ് ഗൈസ് ജമന്തി, മഞ്ഞ ജമന്തി. ഇതിൻ്റെ പേര് വെൽവെറ്റ് പൂവെന്നാണ്. നല്ല ഭംഗിയില്ലേ ഗൈസ്. ഇതൊരു തരം എന്തോ ചെടിയാണ്. ഗൈസ് ഇത് ശംഖുപുഷ്പവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ മണി പ്ലാന്റും കൂടി ഉണ്ട്. മേലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇത് ശംഖുപുഷ്പമാണ്. ഇതൊന്നും ഇപ്പം നാട്ടിൻ പുറത്ത് പോലും കാണാൻ കിട്ടാത്ത സാധനങ്ങളാണ്. ഇത് നല്ലൊരു ഔഷധമാണ്. നമ്മളെ നാട്ടിലൊക്കെ ഇതിനെ കാണാറേ ഇല്ല. ഇവിടെ ഇങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. ഇതെന്ത് പോവാ ഗൈസ്? ഇത് ഞങ്ങളെ പേരറിയില്ല, പക്ഷേ കപ്പ് സാസർ എന്നാണ് ഈ പൂവിൻ്റെ പേര് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മളെ കുറ്റി കുരുമുളക് എന്ന് പറയുക. ആണോ? ഇത് സാധാ കുരുമുളകാണ് ഗൈസ്. ഗൈസ് ഇത് ബെസി പോലത്തെ എന്തോ ശവനാറി എന്നൊക്കെ പറയുന്നത്, മാസം മാറി എന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് പേരറിയില്ല. ഇത് അതിൻ്റെ അടുത്തായിട്ട് പൂമ്പാറ്റയൊക്കെ ഇങ്ങനെ, ഇവിടെ കുറേ പൂവുള്ളത് കൊണ്ട് തന്നെ ഗൈസ് കുറേ പൂമ്പാറ്റകളൊക്കെ ഉണ്ട്. ഇതവിടെ തേൻ കുടിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഗൈസ് ഇതൊക്കെ ഒരു തരം കളർ ചെടികളാണ്. ഇതുപോലെ കുറേ ഏത് ഈ ഒരു ചെടി ലിപ്സ്റ്റിക് ചെടി എന്നാണ് ഇതിൻ്റെ പേര് എന്നാണ് പറയുന്നത്. കറ്റാർവാഴ നമ്മളെ മുടീനെ സംരക്ഷിക്കുന്ന നല്ല ഔഷധമാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത്. ഇത് മഞ്ഞ തെച്ചിയാണ്. പക്ഷെ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ പൂവൊന്നുമില്ല. പ്ലാന്റാണ്. എല്ലാവരും ഒന്ന് വാങ്ങി വീട്ടിൽ വെച്ചോ, പൈസ വരുന്നാണ് ഇതിനെ കൊണ്ട് പറയാറ്. ഇത് തെച്ചിയാണ്. ആ ഇത് ജമന്തി. രണ്ട് കളർ കൂടിയ ഒരു ജമന്തി ആണ് എന്നാണ് പറയുന്നത്. ഇതെന്താ? ബേസി പോലെ ഒരു ചെടി. ഇത് ഓർക്കിഡ് അല്ലേ ഗൈസ്? ഇവിടെ കുറേ ചെടികളുണ്ട്, പക്ഷെ എല്ലാത്തിൻ്റെ പേര് നമുക്കറിയില്ല ഗൈസ്. ഇത് വെള്ളക്കണിക്കൊന്നയാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതൊക്കെ കളർ ചെടി ആണല്ലേ? ഇതോ വെള്ള റോസ്. ഇത് പേരറിയില്ല. ചെടികളുണ്ട്. ഇത് വയലറ്റ് ചെമ്പരത്തി ഗായ്സ്. ഇത് വയലറ്റ് ചെമ്പരത്തിയാണ്. വേറെ റോസ് ഓർക്കിഡ്. ഇവിടെ ഇതോ സീനി. നല്ല ഗായ്സ് ഇതാണ് സീനി എന്ന് പറഞ്ഞ പൂവ്. ഇതോ ഈ മരം ചന്ദനം. ഗായ്സ് ഇതാണ് ചന്ദന മരം. ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഗായ്സ്? ഇത് റോസ് കളറിലുള്ള ചെമ്പരത്തിയാണ് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഒരു തരം കളർ ചെടികളാണ് ഗായ്സ്. ലിപ്സ്റ്റിക്, ഈ ഒരു ചെടീൻ്റെ പേര് ലിപ്സ്റ്റിക് ചെടി എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഗായ്സ്. ഗായ്സ് ഇതാണ് കുറ്റിക്കുരുമുളക്. ഇത്രയും ചെറിയ തൈൻ്റെ മുകളിൽ കുരുമുളക് ഉണ്ടാവുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഗായ്സ് കാണുന്നത്.
ഇതാണ് നമ്മുടെ കുറ്റിക്കുരുമുളക്. ഇതാണ് ചെറുനാരങ്ങ. ഇതിന്മേലിപ്പോൾ കായൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ തൈയാണ് ഗൈസ്. ഗൈസ് ഞാനൊരു പൂന്തോട്ടത്തിലാണ് ഗൈസ് എത്തി നിൽക്കുന്നത്. എന്ത് ഭംഗിയാ നോക്ക് ഗൈസ്. ഇതാണ് മഞ്ഞ കോളാമ്പിപ്പൂ. ഗൈസ് ഇതാണ് നമ്പ്യാർ വട്ടം. അപ്പോൾ ഇതാണ് നമ്മളെ ജാതിക്കാത്തോട്ടം. ഇവിടെ കുറേ ജാതിക്ക ചെടികളുണ്ട്, കണ്ടോ. ഇതാണ് നമ്മുടെ ജാതിക്ക. ഗൈസ് ഇതാണ് കറിവേപ്പില. ഇത് നമ്മളെ വീടിൻ്റെ പിൻവശത്താണ് നമ്മളുള്ളത്. ഇതവിടെ പേരക്ക, ജാതിക്ക, അതുപോലെ തന്നെ റംബൂട്ടാൻ. ഈ ഒരു ചെടി നമ്മളെ ഈ ഒരു മരം റംബൂട്ടാൻ്റെതാണ്. അപ്പോൾ കായൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മളെ പേരക്കേൻ്റെ മരമാണ് ഗൈസ്. ഇത് നമ്മുടെ ജാതിക്ക തോട്ടമാണ് ഗൈസ്. ഇതാണ് നമ്മുടെ നാടൻ പച്ചമുളക്, അങ്ങാടി മുളകാണ് ഗൈസ്. ഇത് കണ്ടോ, കുറേ കായൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് കൃഷ്ണകിരീടം. ഇതൊക്കെ നമ്മളെ നാട്ടിലിപ്പോൾ കാണാൻ ബുദ്ധിമുട്ടുള്ള പൂവാണ്. ഓണക്കാലത്താണ് ഇത് കൂടുതലായിട്ടും പൂവിടാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു മരം സീതപ്പഴത്തിൻ്റെതാണ്. കായൊന്നും ഉണ്ടായിട്ടില്ല, വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഗായ്സ് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.